أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ 2-3 ഖുതുബകളിലായി നാം ചർച്ച ചെയ്തു വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങൾ കൂടി വിശദീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിൻ്റെ 153-ാമത്തെ വചനം ആമുഖമായി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാ തീർച്ചയായും എൻ്റെ പാത, മുസ്തഖീമ ചൊവ്വായ നേരായ എൻ്റെ പാത ഇതാ. ഫത്തബിഊഹു, ആ സിറാത്തിനെ, ആ പാതയെ, ആ മാർഗത്തെ നിങ്ങൾ പിൻപറ്റുക, അനുധാവനം ചെയ്യുക. വലാ തത്തബിഉ സുബുൽ, അതല്ലാത്ത മറ്റ് മാർഗങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. ഫതഫറഖ ബികും അൻ സബീലിഹി, അതല്ലാത്ത മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റിയാൽ യഥാർത്ഥമായ മാർഗത്തിൽ നിന്ന് മറ്റു മാർഗങ്ങൾ നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളെ തെറ്റിച്ച് കളയും. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി നാം ഇതാ നിങ്ങൾക്ക് വസിയ്യത്ത് നൽകുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വളരെ കൃത്യമായ വിശുദ്ധ ഖുർആനിന്റെ ഒരു വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതി തരികയാണ്. ഇതാ നേരായ എൻ്റെ പാത നമ്മുടെ മുന്നിൽ വിശുദ്ധ ഖുർആൻ വരച്ച് കാണിക്കുകയാണ്. ആ പാതയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. ആ പാത വിട്ടുകൊണ്ട് വേറെ ഏത് മാർഗം നിങ്ങൾ സ്വീകരിച്ചാലും യഥാർത്ഥമായ മാർഗത്തിൽ നിന്ന് മറ്റു മാർഗങ്ങൾ നിങ്ങളെ എന്ത് ചെയ്യും? ഭിന്നിപ്പിക്കും, നിങ്ങളെ തെറ്റിച്ച് കളയും. ഇതെല്ലാം നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി നിങ്ങളോട് നൽകുന്ന വസിയ്യത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറത്തുൽ അൻആം 153-ാമത്തെ വചനം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദും നസായിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറയുകയാണ്, ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്വൻ ബിയദിഹി. ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര വരച്ചു. ഖത്തൻ, ഒരു വര. ബിയദിഹി, തന്റെ കൈ കൊണ്ട്. സുമ്മ ഖാല, എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ സബീലുല്ലാഹ്, ഇതാണ് അല്ലാഹുവിന്റെ മാർഗം. മുസ്തഖീമ, ചൊവ്വായ നേരായ അല്ലാഹുവിന്റെ മാർഗം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സിറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന് വരച്ച് കാണിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ കൊണ്ടൊരു വര വരച്ചിട്ട്, നേരായ ഒരു വര വരച്ചിട്ട്, ആ വര ചൂണ്ടിക്കാണിച്ചിട്ട് സ്വഹാബത്തിനോട് പറയുകയാണ്, ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ, ഇതാണ് അല്ലാഹുവിന്റെ പാത,
ശൈത്വാൻ. ഈ മാർഗങ്ങളിലെല്ലാം പിശാചുണ്ട്. യദ്ഉ ഇലൈഹി, ആ പിശാച് മറ്റു മാർഗങ്ങളിലെല്ലാം ഇരുന്നുകൊണ്ട് നിങ്ങളെ അവന്റെ വഴിയിലേക്ക് അവൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്, വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ആദ്യം നേരായ ഒരു വര വരയ്ക്കുന്നു. ഇതാണ് അള്ളാഹുവിന്റെ മാർഗം, ചൊവ്വായ മാർഗം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ആ വരയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായി ധാരാളം വരകൾ വരയ്ക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ മാർഗങ്ങളിലൊക്കെയും പിശാച് പതിയിരിക്കുന്നുണ്ട്. നേരായ മാർഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവന്റെ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഓതിക്കൊടുത്തു. ഏതാണ് ആയത്ത്? സൂറത്തുൽ അൻആം 153ാമത്തെ വചനം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. ആ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഓതിക്കൊടുക്കുകയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണമായ പ്രവാചക അധ്യാപനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്ന നേരായ ഒരു റൂട്ട്, സിറാത്തുൽ മുസ്തഖീം എന്ന ചൊവ്വായ പാത നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് ആ പാത ഏതാണെന്ന് മനസ്സിലാക്കാതെ ഓരോരോ ആളുകൾ ഓരോ കാലഘട്ടത്തിൽ കൊണ്ടുവരുന്ന വ്യത്യസ്തമായ ആശയങ്ങളെയും ആദർശങ്ങളെയും അനുധാവനം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച വരയിൽ നിന്ന് തെന്നി മാറിപ്പോകുന്ന ധാരാളം കക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി അനവധി പ്രവചനങ്ങൾ നമുക്ക് കാണാം. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ ഉമ്മത്തിലേക്ക് വ്യതിയാനം കടന്നു വരും. ആ വ്യതിയാനം ഒരു സംഘടനാപരമായ വിഷയമല്ല, സാമ്പത്തികമായ ഒരു വിഷയത്തിൽ ഒതുങ്ങുന്നതല്ല, വ്യക്തിപരമായ താല്പര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നേരെ മറിച്ച് എന്റെ ഉമ്മത്തിലേക്ക് കടന്നു വരുന്ന വ്യതിയാനം എന്ന് പറയുന്നത് ആദർശപരമായ വ്യതിയാനമായിരിക്കും. ലാ തഖൂമു സ്സാഅ, അവിടെന്ന് പറഞ്ഞത് ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ ഏതുവരെ തൽഹഖ ഖബാഇലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ മുശ്രിക്കീകളുമായി കൂടിച്ചേരുന്നത് വരെ, ശിർക്ക് ചെയ്യുന്ന ആളുകളുമായി കൂടിക്കലരുന്നത് വരെ, അഥവാ ശിർക്കൻ വിശ്വാസം പേറുന്നത് വരെ ഈ ലോകത്തിൽ ഒരു അവസാനം ഉണ്ടാകില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇസ്ലാമിക സമൂഹത്തിന് വരാനിരിക്കുന്ന വ്യതിയാനത്തെ സംബന്ധിച്ച് 14 മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രവചനമാണ്. പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ കാണാം, ലതത്തബിഉന്ന സുനന മൻ കാന ഖബലകും ശിബറൻ ബിശിബിരിൻ വദിറാഅൻ ബിദിറാഇൻ. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുടെ മാർഗത്തെ പിൻപറ്റുക തന്നെ ചെയ്യും. എത്രത്തോളം? ശിബറൻ ബിശിബിരിൻ വദിറാഅൻ ബിദിറാഇൻ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി എന്റെ ഉമ്മത്ത് ഒരു സമുദായങ്ങളുടെ ചര്യകളെ, മാർഗങ്ങളെ അവലംബമാക്കുക തന്നെ ചെയ്യും. ഹത്താ ലൗ ദഖലൂ ജുറ ദുബ്ബിൻ തബിഅ്തുമുഹും, അവരെക്കാരും ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിന്തുടർന്നുകൊണ്ട് എന്റെ ഉമ്മത്തും ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുകയാണ്, അഥവാ പ്രവാചകൻ ചോദിക്കപ്പെടുകയാണ്, അൽ യഹൂദു വൻ നസ്വാറ, പ്രവാചകൻ അങ്ങ് പറഞ്ഞല്ലോ ഞങ്ങളുടെ മുൻഗാമികൾ എന്ന്. ആരാണവർ? ആ മുൻഗാമികളെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദി നസ്വാറാക്കളാണോ എന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്, ഖാല ഫമൻ, അല്ലാതെ പിന്നെ ആരെയാണ് എന്നാണ്. യഹൂദികളെയും നസ്വാറാക്കളെയും അവരുടെ ആദർശം, അവരുടെ വിശ്വാസം പേറുന്ന വിഷയത്തിൽ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അവരെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രമാത്രം വലിയ ആദർശപരമായ വ്യതിയാനം എന്റെ ഉമ്മത്തിലേക്ക് കടന്നു വരും. നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും, കക്ഷികൾ ഉടലെടുക്കും, പല ഗ്രൂപ്പുകളായി ചേരികളായി നിങ്ങൾ മാറും. എത്രത്തോളം ഇസ്രായേൽ സമൂഹം 72 വിഭാഗമായെങ്കിൽ അതിനേക്കാളും വലിയ വ്യതിയാനം എന്റെ ഉമ്മത്തിൽ, അഥവാ എന്റെ ഉമ്മത്തിൽ 73 വിഭാഗമായി പിരിയും. എന്നിട്ട് അവിടെ പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു മില്ലത്തിന്റെ ആളുകൾ ഒഴികെ, ഒരു മാർഗത്തിന്റെ ഒരു ചര്യയുടെ ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിലായിരിക്കുമെന്ന്
ഞാനും എന്റെ സ്വഹാബത്തും നിലകൊള്ളുന്ന മാർഗം ഏതാണോ ആ മാർഗം സ്വീകരിക്കുന്ന ആളുകൾ അവർ മാത്രമാണ് സ്വർഗത്തിന്റെ ആളുകൾ, ബാക്കി എല്ലാവരും നരകത്തിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നേ ദിവസം ഞാനും എന്റെ സ്വഹാബത്തും മുറുകെ പിടിക്കുന്ന മാർഗമേതോ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ മാത്രമാണ് സ്വർഗത്തിന്റെ കക്ഷികളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ പഠിപ്പിച്ച ത്വരീഖത്ത് നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രവാചകൻ സഞ്ചരിച്ച സിറാത്തുൽ മുസ്തഖീം നമ്മുടെ മുന്നിലുണ്ട്. ആ മാർഗത്തിലൂടെയാണ് ഞാനും നിങ്ങളും സഞ്ചരിക്കേണ്ടത്. ആ മാർഗത്തിന് വേണ്ടിയാണ് നാം നമ്മുടെ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്. നമസ്കാരത്തിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, അതിന്റെ മഅന മനസ്സിലാക്കി ആശയം ഉൾക്കൊണ്ട് ആത്മാർത്ഥമായി അല്ലാഹുവോട് നമ്മൾ ചോദിക്കണം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ സിറാത്തുൽ മുസ്തഖീമിലൂടെ വഴി നടത്തണമേ, നേരായ മാർഗ്ഗത്തിലൂടെ നീ വഴി നടത്തണമേ. അഥവാ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ ആളുകളോടൊപ്പം ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. ആരാണവർ? അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രമായവർ. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഇതാണ് ഫാത്തിഹയിലൂടെ ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ ഇപ്പറഞ്ഞ ആളുകളെയാണ് അല്ലാഹു അനുഗ്രഹിച്ചിട്ടുള്ളത്. ഖുർആനിൽ പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലായിക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഇവരോടൊപ്പം ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ആ സിറാത്തിലൂടെ ഞങ്ങളെ നീ വഴി നടത്തണമേ. ആരോട് ചോദിക്കണം? റബ്ബിനോട് ചോദിക്കണം. കാരണം ഹിദായത്ത് കിട്ടേണ്ടത് അല്ലാഹുവിൽ നിന്നാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ വഴിപിഴവിലാക്കിയോ അവന് ഹിദായത്ത് നൽകാൻ ഒരാളുമില്ല. വമൻ യഹ്ദില്ലാഹു ഫമാ ലഹു മിൻ മുദിൽ. അല്ലാഹു ആർക്ക് ഹിദായത്ത് നൽകിയോ അവനെ വഴിപിഴവിലാക്കാനും ഒരാൾക്കും കഴിയില്ല എന്നുള്ളതും വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. അതുകൊണ്ട് ഹിദായത്തിനായി, സിറാത്തുൽ മുസ്തഖീമിനായി നാം ആരോടാണ് ചോദിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് നാം ചോദിക്കേണ്ടത്. അത് കിട്ടേണ്ടത് റബ്ബിങ്കിൽ നിന്നാണ്. ഹിദായത്ത് അവിടെ നിന്ന് കിട്ടണം. ഒരാൾക്കും മറ്റൊരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കൊടുക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ആർക്ക് കഴിയണമായിരുന്നു? അസ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയണമായിരുന്നു. പ്രവാചകന് പോലും അതിന് കഴിഞ്ഞില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ ത്വാലിബിന്റെ മരണം. അബൂ ത്വാലിബ് മരണാസന്നനായ സമയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുന്നു. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. തന്റെ പിതൃവ്യനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ആ മനുഷ്യനത് ചൊല്ലാതെ കാഫിറായി, നരകത്തിന്റെ അവകാശിയായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാലങ്ങളോളം സംരക്ഷിച്ച പ്രവാചകന്റെ പിതൃവ്യനായ അബൂ ത്വാലിബ് കാഫിറായി മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമമായി, സങ്കടമായി. പ്രവാചകൻ കരഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ. നബിയെ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു. ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കാനുള്ള കാരണമായി, നിമിത്തമായി മാറാൻ നമുക്ക് കഴിയുമെന്നല്ലാതെ ഒരാൾക്കും മറ്റൊരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. അത് കിട്ടേണ്ടത് അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. ഇത് മാത്രമല്ല, ഹിദായത്ത് കിട്ടിയാൽ തന്നെ അതിൽ നിന്ന് വഴിതെറ്റി പോകാതിരിക്കാനും നാം പ്രാർത്ഥിക്കേണ്ടതും റബ്ബിനോട് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ ആ പ്രാർത്ഥന പഠിപ്പിച്ചു. വിശ്വാസികളുടെ പ്രാർത്ഥനയായി ഖുർആൻ നമുക്ക് ഓതി തന്നു. റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ സ്വർഗ്ഗവാസികളായ വിശ്വാസികളായ ആളുകളുടെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകിയിട്ട് ഞങ്ങളുടെ ഹൃദയത്തെ ആ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് നീ തെറ്റിക്കല്ല
നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. ദീനിൽ നിന്ന് വഴിതെറ്റി പോകാതിരിക്കാൻ, നേരായ റൂട്ടിൽ നിന്ന് മറ്റു മാർഗങ്ങളിലേക്ക് തെറ്റിപ്പോകാതിരിക്കാൻ, സിറാത്തുൽ മുസ്തഖീം വിട്ട് നിങ്ങൾ ചിന്തവിനമാകാതിരിക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ആര്? ലോകത്തിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രാർത്ഥിച്ച് മാതൃക കാണിച്ചു തന്നു. സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ മഹത്വം പറയുമ്പോ, ശിർക്കിന്റെ ഗൗരവം പറയുമ്പോ, അശ്ശിർകു അഖ്ഫാ ഫീകും മിൻ ദബീബിൻ നബ്ലി, ഉറുമ്പ് സഞ്ചരിക്കുന്നതിനേക്കാൾ ഗോപ്യമായ നിലയ്ക്ക് നിങ്ങളിലേക്ക് ശിർക്ക് കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ സ്വഹാബത്ത് പോലും പേടിച്ചു പോയിട്ടുണ്ട്. അവർ ചോദിച്ചു, പേടിയോടുകൂടി പ്രവാചകനോട്, നബിയെ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ ശിർക്കിനെതിരെ ഞങ്ങൾ എങ്ങനെ പടവരുതും? ഞങ്ങൾ എങ്ങനെ കരുതിയിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ, തീർച്ചയായും ഞാനിതാ നിന്നോട് കാവൽ ചോദിക്കുകയാണ്, അഭയം തേടുകയാണ്, അറിഞ്ഞുകൊണ്ട് ഞാൻ ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന്. അറിയാതെ എങ്ങാനും എന്റെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നതിൽ നിന്ന് ഞാനിതാ നിന്നോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണ്, പാപമോചനം തേടുകയാണ് എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം വരുന്ന ആളുകളും ശിർക്കാണെന്നറിയാതെ ഒരുപാട് ശിർക്ക്പരമായ പ്രവൃത്തികളിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഓരോരോ പാർട്ടുകളാണ് കഴിഞ്ഞ 2-3 ഖുതുബകളിൽ നാം ഇവിടെ വിശദമായി ചർച്ച ചെയ്തത്. കഴിഞ്ഞ ഖുതുബ നാം അവസാനിപ്പിച്ചത് ഖബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു. ഇന്ന് പോകുന്നു കെട്ടിപ്പൊക്കിയ ഖബറുകൾ അന്വേഷിച്ചുകൊണ്ട് അതിന്റെ സമീപത്തേക്ക്. എന്തിനു വേണ്ടിയാണ്? ഏത് വിശ്വാസത്തിലാണ്? ആ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് എന്റെ പ്രയാസങ്ങൾ അറിയാൻ സാധിക്കും, എന്റെ പ്രാർത്ഥന കേൾക്കാൻ സാധിക്കും, എന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ എന്നിൽ നിന്ന് നീക്കിക്കളയാൻ സാധിക്കും എന്ന വിശ്വാസത്തോടുകൂടി എത്രയോ ആളുകൾ ഖബർ സിയാറത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയാണ്. ഇസ്ലാമിൽ ഖബർ സിയാറത്ത് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു, സുന്നത്തായി നിശ്ചയിച്ചു തന്നു. പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്ക് ഒരു ഖബർ സിയാറത്ത് ചെയ്യാൻ പറ്റോ പറ്റില്ലേ ചർച്ചയാണ്. സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് ചെയ്യാൻ കൂടുതലായി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതിയല്ല. അതല്ലാതെ ഒരു പെണ്ണ് ഖബർ സിയാറത്ത് ചെയ്താൽ അത് ഹറാമാണ്, പാടില്ലാത്തതാണ്, നിഷിദ്ധമാണ് എന്ന് പറയാനുള്ള തെളിവുകൾ നമുക്ക് കാണാൻ കഴിയില്ല. ഖബർ സിയാറത്ത് എന്തിനാണ് പ്രവാചകൻ ഖബർ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞത്? സൂറുഹാ ഫൈനഹാ തുദക്കിറുൽ മൗതി വ തുദക്കിറുൽ ആഖിറ. ഖബർ സിയാറത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖബർ സിയാറത്ത് ചെയ്യണം. മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അധികരിപ്പിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. ഇതിനു വേണ്ടിയാണ് ഖബർ സിയാറത്ത്. സിയാറത്ത് ടൂർ എന്ന പേരിൽ ഇന്ന് വ്യാപകമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിയാറത്ത് ചെയ്യാനായി ടൂർ പോകേണ്ട ആവശ്യമില്ല, വാഹനം ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പണം ചെലവാക്കേണ്ട ആവശ്യമില്ല, നേരത്തെ ഡേറ്റ് നിശ്ചയിക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരു ത്വരീഖത്തിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടതില്ല, ഏതെങ്കിലും ഒരു ഉസ്താദിനെ അന്ധമായി അനുകരിക്കേണ്ടതില്ല. സിയാറത്ത് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ഓർമ്മകൾ അധികരിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലിൽ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരായ ആളുകളുടെ ഖബറുണ്ട്. ആ ഖബറിന്റെ സമീപത്ത് പോയി നിൽക്കുമ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എനിക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച ആളുകൾ, അവരാണല്ലോ റബ്ബേ ഈ ഖബറിൽ കിടക്കുന്നത്, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് ആത്മാർത്ഥമായി അവരുടെ ഖബറിന്റെ സമീപത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്ര കഠിന ഹൃദയനാണെങ്കിലും അവന്റെ ഹൃദയം ഒന്ന് ലോലമാകും. എത്ര കലയാത്തവനാണെങ്കിലും അവന്റെ കണ്ണിൽ നിന്ന് ഒന്ന് കണ്ണുനീരിറ്റി പോകും. അവന്റെ മനസ്സിലേക്ക് ചിന്ത വരും, ഇന്ന് ഈ കിടക്കുന്നത് എന്റെ മാതാപിതാക്കളാണെങ്കിൽ നാളെ ഞാനും മരിക്കേണ്ടവനാണ്, ഞാനും ഖബറിൽ കിടക്കേണ്ടവനാണ്, എന്റെ മുന്നിലും ഒരു പരലോകമുണ്ട്. ഈ ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് നമുക്ക് സുന്നത്തായി നിശ്ചയിച്ചു തന്നത്. അതല്ലാതെ ഖബറാളികളോട് പ്രാർത്ഥിക്കാനല്ല, മരിച്ചവരോട് പ്രാർത്ഥിക്കാനല്ല, അവരോട് പോയിട്ട് സങ്കടം പറയാനല്ല, അവരോട് ഞങ്ങൾക്ക് റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് നടത്തണേ
നൂറുകണക്കിനാണ്. അവിടെ പോയിട്ട് ഈ മഹാന്മാരുടെ ഖബറിൽ പോയി നേർച്ചയാക്കിയാൽ ഇവർ നമുക്ക് വേണ്ടി നാളെ പരലോകത്ത് ശഫാഅത്ത് പറയുമെന്ന വിശ്വാസം. എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ആയത്തുൽ കുർസി നമുക്കെല്ലാവർക്കും അറിയാം. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇസ്നി. അല്ലാഹുവിന്റെ അടുക്കൽ അവന്റെ അനുവാദമില്ലാതെ ശഫാഅത്ത് പറയാൻ ആരാണുള്ളത്? ഖുർആനിന്റെ ചോദ്യമാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് ഖുലില്ലാഹി ശഫാഅത്തു ജമീഅ. നബിയെ പറയണം, ശഫാഅത്ത് മുഴുവനും അല്ലാഹുവിനുള്ളതാണ്. അഥവാ അതിന്റെ പരിപൂർണമായ അധികാരം അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് പ്രത്യേകമായ അനുവാദം കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അനുവദിച്ച ആളുകൾക്ക് വേണ്ടി മാത്രം ശഫാഅത്ത് നടത്തുമെന്നല്ലാതെ പ്രവാചകന്റെ ഇഷ്ടാനുസരണം ഒരാൾക്ക് വേണ്ടിയും ശഫാഅത്ത് നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരമില്ല. ഈ ശഫാഅത്ത് കിട്ടാനായി ചോദിക്കേണ്ടത് അല്ലാഹുവിനോട് തന്നെ. ഇതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് എന്റെ ശഫാഅത്ത് കിട്ടുന്നത് ആർക്കെന്നറിയുമോ? അന്നഹു മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈആ. അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ മരിച്ചുപോയ ആളുകൾ, അവർക്ക് മാത്രമാണ് നാളെ പരലോകത്ത് എന്റെ ശഫാഅത്ത് കിട്ടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ശഫാഅത്തിന് വേണ്ടി ചോദിക്കുന്നു. ആരോട് ചോദിക്കുന്നു? അല്ലാഹുവിന്റെ പ്രവാചകരോട്. എവിടെ? മൗലൂദിന്റെ വരികളിൽ അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖ വഹ്ലനാ ഇൻ ദാഅയ സയ്യിദി ഖൈറൻ നബി. പ്രവാചകരെ, ഞങ്ങൾക്ക് അങ്ങയുടെ ശഫാഅത്ത് നൽകണം. അങ്ങേയറ്റം പ്രയാസകരമായ ഖിയാമത്ത് നാളിൽ ആ ശഫാഅത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ അതൊരു തീരാനഷ്ടം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മേൽ മൗലൂദ് ചൊല്ലുന്ന ഒരൊറ്റ മുസ്ലിമിനും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടുകയില്ല. കാരണം അങ്ങനെ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അത് പ്രവാചകരോടുള്ള തേട്ടമാണ്, അത് ശിർക്കാണ്. അവർ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് പുറത്താണ്. അവർ വർഷങ്ങളായി നമസ്കാരത്തിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ ആ നേരായ റൂട്ടിലേക്ക് അവർ ഇതുവരെ എത്തിയിട്ടില്ല. ഇനി മാത്രമല്ല, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ നമസ്കാരം കഴിഞ്ഞ് ഖുതുബിയത്ത് ചൊല്ലുമ്പോൾ എത്രയോ മുസ്ലിം സഹോദരീ സഹോദരന്മാർ അവർ മുഹ്ദി ശൈഖിനെ വിളിച്ചിട്ട് ഹിദായത്തിന് വേണ്ടി ചോദിക്കുകയാണ്. അവരറിയുന്നില്ല, അവരറിയുന്നത് ചെയ്യുന്നത് ശിർക്കാണ് എന്ന്. ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു വനജി മില്ലല്ലാഹ് ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹ്യിദ്ദീൻ. ആരോടാ പറയുന്നത്? മുഹ്ദി ശൈഖിനോട്. എന്താണ് പറയുന്നത്? ശൈഖേ, അങ്ങ് ഹിദായത്തിന്റെ മാർഗത്തിലാണ്, നമുക്ക് തർക്കമില്ല. ഒരാൾ ഹിദായത്തിലാണോ ദലാലത്തിലാണോ എന്ന് ഒരാളെ പറ്റി തീർത്തു പറയാനുള്ള അധികാരം നമുക്കില്ല. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കാര്യം തീരുമാനിക്കുന്നത് അല്ലാഹയാണ്. മുഹ്ദി ശൈഖിനോട് പറയുന്നത്, ശൈഖേ, അങ്ങ് നേരായ മാർഗത്തിലാണ്, ആയിക്കോട്ടെ. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താ? അങ്ങ് പ്രവേശിച്ച നേരായ മാർഗത്തിലേക്ക് എന്നെ കൂടി പ്രവേശിപ്പിക്കണേ, എന്റെ ഹൃദയത്തിലും കൂടി വെളിച്ചം നൽകണേ. അവിടെയാണ് തകരാറ് സംഭവിക്കുന്നത്. മുഹ്ദി ശൈഖേ, അങ്ങ് പ്രവേശിച്ച ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് എന്നെ കൂടി പ്രവേശിപ്പിക്കണേ. അതിന്റെ മാലിക്, രാജാവ്, അതിന്റെ അധികാരം, ഉടമസ്ഥാവകാശം അങ്ങേക്കാണ്. ആർക്കും? മുഹ്ദി ശൈഖിന്, ഹിദായത്ത് കൊടുക്കുന്ന ആള്. അല്ലാഹു തആല ആ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്, ഹിദായത്ത് കൊടുക്കുന്ന ഡ്യൂട്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് ശൈഖിനോട് പറയുന്നത്, ശൈഖേ, അതിന്റെ മാലിക് അങ്ങാണ്, അതുകൊണ്ട് അങ്ങ് പ്രവേശിച്ച ഹിദായത്തിന്റെ മാർഗത്തിൽ എന്നെ കൂടി പ്രവേശിപ്പിക്കണം. അടുത്ത വരിയിൽ പറയുന്നത്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണം ശൈഖേ, എല്ലാ ഔലിയാക്കളുടെയും സുൽത്താനായ ശൈഖേ. ഇത് ചൊല്ലുന്നവൻ പിന്നെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന നിസ്കാരത്തിലും അല്ലാതെയൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഇതുവരെ സിറാത്തുൽ മുസ്തഖീം എന്ന ഖുർആൻ വരച്ച് കാണിച്ച നബി സല്ലല്ലാഹു
അവർ തെന്നിപ്പോയി മറ്റു മാർഗങ്ങളിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ നേരായ റൂട്ട് വിട്ട് മറ്റു മാർഗത്തിലേക്ക് പോകുമ്പോൾ പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ പിടിച്ചു വലിക്കുന്നു. പക്ഷേ നിങ്ങൾ എന്റെ കൈകളിൽ നിന്ന് കുതിരി മാറി വീണ്ടും ആ തെറ്റായ മാർഗത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മുന്നിൽ കൃത്യമായ ഒരു സിറാത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ച ഒരു ത്വരീഖത്തുണ്ട്. ആ മാർഗത്തിലൂടെയല്ലാതെ നാം സഞ്ചരിക്കാൻ പാടില്ല. അല്ലാഹു അല്ലാത്തവരോട് തേടുന്ന അവസ്ഥ ജീവിതത്തിൽ ഒരിക്കലും നമ്മളിലേക്ക് കടന്നു വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിന് വിരുദ്ധമായ ഒരു കാര്യവും അത് ഏത് പണ്ഡിതൻ പറഞ്ഞാലും, ഏത് വ്യക്തി പറഞ്ഞാലും, ഏത് ഗ്രൂപ്പുകാരൻ പറഞ്ഞാലും ഒരാളെയും ആ വിഷയത്തിൽ നാം അംഗീകരിക്കേണ്ടതില്ല. ഖുർആനിന് സുന്നത്തിന് വിരുദ്ധമായ ഒരു കാര്യം മതപരമായ വിഷയങ്ങളിൽ ഒരാളെയും നാം അവലംബമാക്കേണ്ടതില്ല. നമ്മുടെ മുന്നിൽ ഖുർആനുണ്ട്, സുന്നത്തുണ്ട്. ആ മാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്തുൽ മുസ്തഖീമിലൂടെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീകളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസം നമ്മിലേക്ക് കടന്നു വരാൻ 2 ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ശഅബാനിൽ തന്നെ റമദാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുക എന്നതാണ്. ശഅബാൻ മാസത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രയോഗം, യഗ്ഫുറു നാസു അൻഹു ബൈന റജബി വ ശഅബാൻ. റജബിന്റെയും റമദാൻ, ബൈന റജബി വ റമദാൻ, റജബിന്റെയും റമദാനിന്റെയും ഇടയിലുള്ള ശഅബാൻ മാസം ആളുകൾ അശ്രദ്ധരായി തീരുന്ന ഒരു മാസമാണ്. എന്താ കാരണം? റമദാനിന്റെ പോലീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. റമദാൻ ഒരു മുസ്ലിമും മറക്കൂല, എല്ലാവർക്കും നല്ല ഓർമ്മ ഉണ്ടാവും. റജബാണെങ്കിൽ ഹുറുമാക്കപ്പെട്ട ആദരണീയമായ 4 മാസങ്ങളിൽപ്പെട്ട പവിത്രമായ ഒരു മാസമാണ് റജബ്. അപ്പൊ ഈ റജബിന്റെയും റമദാനിന്റെയും ഇടയിലായി കടന്നു വരുന്ന ശഅബാൻ മാസം ആളുകൾ അശ്രദ്ധയിലായി തീരും. അതുകൊണ്ട് തന്നെ ആളുകൾ അശ്രദ്ധയിലായി തീരുന്ന ഈ മാസത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട്, കൂടുതൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ സുന്നത്തായ നോമ്പുകൾ ധാരാളമായി അനുഷ്ഠിച്ചുകൊണ്ട് ആ നിലയ്ക്ക് ഈ ശഅബാനിൽ കഴിച്ചു കൂട്ടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പെടുത്ത മാസമാണ് ശഅബാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ നോമ്പുകൾ പതിവാക്കിയ മാസമാണ് ശഅബാൻ മാസം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ ഞങ്ങൾ അടുത്ത റമദാനിന് മുമ്പായി ഞങ്ങൾ പിടിച്ചു വീട്ടി. ആ പിടിച്ചു വീട്ടിയത് കൂടുതലും ശഅബാൻ മാസത്തിലായിരുന്നു എന്ന് ആര് പറയുക? ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്. അപ്പൊ ശഅബാനിൽ തന്നെ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക? പരിശുദ്ധ റമദാനിന് വേണ്ടി ഒരുങ്ങുക. ഇനി റമദാനിന് മുമ്പ് ആകെ നമുക്കുള്ളത് 2 വെള്ളിയാഴ്ചയാണ്. പരിശുദ്ധ റമദാൻ അത്രയും നമ്മിലേക്ക് അടുത്തു കഴിഞ്ഞു. നമ്മൾ ആരെങ്കിലും അതിനു വേണ്ടി ഒരുങ്ങിയോ? എന്തെങ്കിലും ഒരുക്കം നമ്മൾ നടത്തിയോ? റമദാനിനെ സ്വീകരിക്കാനായി മാനസികമായിട്ടുള്ള ഒരു ഒരുക്കമെങ്കിലും നമ്മുടെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായോ? നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം പള്ളിയിൽ ജുമുഅക്ക് വന്ന ആളുകൾ, കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം രാത്രി നമസ്കാരത്തിൽ പങ്കെടുത്തവർ, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ നോമ്പ് തുറയിൽ പങ്കെടുത്ത ആളുകൾ, അവരൊക്കെ എവിടെയാ? പല ആളുകളിൽ നിന്ന് ഖബറിലാണ്, ബർസഖിലാണ്. എന്താണ് അവരുടെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്, മഅാദല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.
നമ്മൾ ആലോചിക്കട്ടെ. അവരൊക്കെ അവരുടെ ഖബറിൽ ഡെയിലി 2 വട്ടം രാവിലെയും വൈകുന്നേരവും അവരുടെ മക്കൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന അഹദകും ഇദാ മാത ഉരിദ അലൈഹി മഖഅദുഹു ബിൽ ഗദാതി വൽ അശി ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന ഫമിൻ അഹ്ലിൽ ജന്ന വഇൻ കാന മിൻ അഹ്ലിൻ നാർ ഫമിൻ അഹ്ലിൻ നാർ ഫയുഖാലു ഹാദാ മഖഅദുക ഹത്താ യബഅസക അല്ലാഹു യൗമൽ ഖിയാമ. ആ ഖബറിന്റെ അവസ്ഥയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഡെയിലി രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ ആളുകളാണെങ്കിൽ സ്വർഗത്തിലെ മക്കളാണ്, നരകത്തിന്റെ ആളുകളാണെങ്കിൽ നരകത്തിലെ സീറ്റ് രാവിലെ വൈകുന്നേരം അവരുടെ ഖബറിൽ അല്ലാഹു ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. നമ്മുടെ വാപ്പ ഉമ്മയ്ക്കുന്നത് കാണുന്നുണ്ട്. ഈ അവസ്ഥയിലാണ് അവരുള്ളത്. ഈ ഒരു ബോധം നമുക്കുണ്ടാകട്ടെ. ഏത് സമയത്തും ഞാൻ മരിക്കേണ്ടവനാണ്. മരണത്തിന് പ്രായവ്യത്യാസമില്ല. സമ്പത്ത് ഒരു തടസ്സമല്ല, ആരോഗ്യം ഒരു തടസ്സമല്ല, സ്ഥാനമാനങ്ങൾ തടസ്സമല്ല, പ്രായം അതിനൊരു തടസ്സമല്ല. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് മാനസികമായി നമ്മൾ ഒരുങ്ങുക. റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. റമദാനിനെ സ്വീകരിക്കാൻ മുൻഗാമികൾ 6 മാസം മുമ്പേ അവർ ഒരുങ്ങുമായിരുന്നു എന്നാണ്. 6 മാസം മുമ്പേ റമദാനിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ കഴിഞ്ഞുകൂടുമായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാനായി നമ്മൾ ഒരുങ്ങുക. മാത്രമല്ല, ശഅബാൻ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വർഷത്തെ, അഥവാ കഴിഞ്ഞ റമദാൻ മുതൽ ഈ ശഅബാൻ മാസം വരെയുള്ള ഈ ഒരു വർഷത്തെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കണക്കുകളും മലക്കുകൾ അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന മാസമാണ് ശഅബാൻ മാസം. ഡെയിലി രാവിലെയും വൈകുന്നേരവും ഒരു റിപ്പോർട്ട് മലക്കുകൾ അല്ലാഹു കൊടുക്കും നമ്മളെ പറ്റി. സുബഹി മുതൽ അസർ വരെ, പിന്നെ അസർ മുതൽ സുബഹി വരെ, ഇങ്ങനെ ഡെയിലി 2 റിപ്പോർട്ട് എന്റെ നിങ്ങളെ പറ്റി മലക്കുകൾ അല്ലാഹുവിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും. പിന്നെയോ ആഴ്ചയിൽ വീക്കിലി 2 റിപ്പോർട്ട് ഉണ്ട്. തിങ്കൾ മുതൽ വ്യാഴം വരെയും വ്യാഴം മുതൽ തിങ്കൾ വരെയുമുള്ള നമ്മുടെ ജീവിതത്തിന്റെ രാവും പകലും നമ്മുടെ സംസാരം, ഇടപാട് എല്ലാം മലക്കുകൾ 2 റിപ്പോർട്ട്, ആഴ്ചയിൽ 2 റിപ്പോർട്ട് വേറെ. അതിനു പുറമെ കൊല്ലത്തിൽ വാർഷിക റിപ്പോർട്ട്, ഒരു റിപ്പോർട്ട് മലക്കുകൾ കൊടുക്കും. അത് ശഅബാനിലാണ്. എന്റെ റിപ്പോർട്ട് മലക്കുകൾ അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ ഒരു നോമ്പുകാരനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ. ഈ തിങ്കളും വ്യാഴം ദിവസമൊക്കെ ഈ മനുഷ്യരുടെ കണക്കുകൾ ഇങ്ങനെ അല്ലാഹുവിന്റെ മുന്നിൽ അവന്റെ ജീവിതം മലക്കുകൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ അല്ലാഹു അവരിൽ വന്ന ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ പുറത്തു കൊടുക്കും, ഒക്കെ മായ്ച്ചുകളെ മാപ്പാക്കി കൊടുക്കും. ചില ആളുകളുടെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അല്ലാഹു അവരുടെ ഫയലൊക്കെ മാറ്റി, അതവിടെ മാറ്റിയിടാൻ പറയും. അല്ലാഹു അത് മൈൻഡ് ചെയ്യില്ല. കാരണം എന്താണെന്നറിയോ? അവർ വേറൊരാളുമായി വഴക്കിലാണ്. സുബ്ഹാനല്ലാഹ്. അവർ തമ്മിൽ രഞ്ജിപ്പിലാകണം, യോജിക്കണം, വഴക്ക് മാറണം, കൂടിച്ചേരണം, അവരുടെ മനസ്സൊന്നിക്കണം. ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫയലുകൾ മലക്കുകൾ സമർപ്പിക്കുമ്പോൾ അല്ലാഹു പറയാ ഹത്താ യസ്തലിഹ, അവർ പരസ്പരം സുലഹിലാകുന്നതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കൂല. അല്ലാഹു ഓർത്തുന്നില്ല, ആരും കൊടുത്തല്ല. എന്തിനാണ് ഈ വാശി വാക്കാണൊക്കെ? ആരോടാണ് നിങ്ങൾക്ക് ദേഷ്യം? ആരോടാണ് നിങ്ങൾ ഈ വാശി കേൾക്കുന്നത്? നിങ്ങളോട് തന്നെയോ? നിങ്ങളുടെ പാപം അല്ലാഹു ഉത്തരില്ല. അതുകൊണ്ട് ഇണക്കമാകണം, പിണക്കങ്ങളെല്ലാം മാറണം. സുഹൃത്തുക്കളാണെങ്കിലും സംഘടനയിലാണെങ്കിലും വ്യക്തികളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സഹോദരങ്ങളോടാണെങ്കിലും ഇന്ന് ജുമാഅയില് ഇന്ന് തന്നെ പോണം അവരുടെ വീട്ടിലേക്ക്. അങ്ങോട്ട് പോയി സലാം ചൊല്ലി മനസ്സറിഞ്ഞ് ഒന്ന് കെട്ടിപ്പിടിച്ച് പിണക്കം മാറ്റിയാൽ നിന്റെ പാപമാകും നിനക്ക് മുറിച്ച്. ഇല്ലെങ്കിൽ അമല കൊണ്ടൊന്നും നീ പരലോകത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല, എല്ലാം വേസ്റ്റായി പോകും. അതുകൊണ്ട് മനസ്സിലേക്ക് അങ്ങ് ശുദ്ധീകരിച്ച് എല്ലാ അസൂയയും അഹങ്കാരവും എല്ലാ വിദ്വേഷവും എല്ലാ ദുസ്വഭാവവും ഹൃദയത്തിൽ നിന്ന് എല്ലാം നീക്കം ചെയ്ത് നല്ല മനസ്സിന്റെ ഉടമകളായി പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ മാനസികമായി നാം ഒരുങ്ങുക. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. റമദാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബ മുതൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.